അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. ഇന്ന് ഞാൻ നേരത്തെ തന്നെ എണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സമയം കാണിക്കുന്നതിന് മുമ്പേ ഞാൻ എണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് പെട്ടെന്ന് സമയം കാണിക്കുക എന്ന് വിചാരിച്ചിട്ട് പോയി ഒരു വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ എണിച്ച പാടെ ഞാൻ വേഗം പോയിട്ട് ഇന്നലെ കഴിച്ച പഴത്തിൻ്റെയും ആപ്പിളിൻ്റെയൊക്കെ തൊലി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്ന് തെങ്ങിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി കളഞ്ഞിട്ട് വന്നു. ഇന്ന് ഞാൻ ഇത്രയും നേരത്തെ എണിക്കാൻ റീസൺ പറഞ്ഞാൽ നമ്മുടെ ഉസ്താദന്മാർക്ക് ഫുഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി കൊടുക്കണം. ഇവിടെ 2-3 മാസം കൂടുമ്പോൾ തന്നെ വരുള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരു റൊട്ടേഷൻ ആയിട്ട് ഇങ്ങനെ വരത്തുള്ളൂ. അപ്പം ഞാൻ ഇന്ന് രാവിലെ ഇടിയപ്പം പുട്ടും, ഞാൻ അധികം ഇടിയപ്പം പുട്ടും തന്നെ ഉണ്ടാക്കുക. ഇഡലി ദോശ വളരെ കുറവാണ് കൊടുക്കൽ, കാരണം കുറേ വീട്ടുകാർ അത് കൊടുക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഗ്രീൻ പീസ് വെച്ചിട്ട് ഈസി ആയിട്ടൊരു കുറുമ ഉണ്ടാക്കാൻ വിചാരിച്ചു. അതിലേക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തലേ ദിവസം കുതിർത്തി വെച്ച ഗ്രീൻ പീസ് ഉണ്ട്. ഇത് ഏകദേശം 1/2 കിലോ ഉണ്ട്. ഉസ്താദന്മാരും നമ്മളെല്ലാവരും ഉണ്ടല്ലോ. പിന്നെ ഉള്ളിയും തക്കാളി അതുപോലെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, പിന്നെ ഉപ്പ് ചേർത്തിട്ട് നമുക്കിതിലോട്ട് 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി ഞാൻ ഏകദേശം 3 എണ്ണം എടുത്തിട്ടുണ്ട്. 2 തക്കാളി, 2 പച്ചമുളകും, മല്ലിപ്പൊടി 2 സ്പൂണ്, മുളക് പൊടി 1 സ്പൂൺ എരിവുള്ളതും 1 സ്പൂൺ എരിവില്ലാത്തതും, 2 സ്പൂൺ ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഗരം മസാല ചേർക്കണം എന്നുണ്ടെങ്കിൽ 1/2 സ്പൂണൊക്കെ ചേർത്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ പുട്ട് ഉണ്ടാക്കേണ്ടതിൽ ഞാൻ കുറച്ച് നേരത്തെ പത്തിരിപ്പൊടി ബാക്കി ഉണ്ടായിരുന്നു. അതും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങ് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു 1/4 പാക്കറ്റൊക്കെ ഉള്ളൂ കേട്ടോ, ബാക്കി ഒരുപാടൊന്നുമില്ല. പിന്നെ അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുട്ടുപൊടിക്കുള്ള സംഭവം അവിടെ അങ്ങ് മാറ്റി വെക്കാം. സമയമാകുമ്പോൾ ഉണ്ടാക്കാം. അപ്പുറത്ത് ഞാൻ നമ്മുടെ ഗ്രീൻ പീസ് കുക്കറിൽ അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 5 വിസിലൊക്കെ അടുപ്പിക്കുക കേട്ടോ. ഞാൻ 4 വിസിൽ അടുപ്പിച്ചപ്പോൾ കറക്റ്റ് വേവായിരുന്നു. ഒന്ന് ഉടയണം എന്നുണ്ടെങ്കിൽ 5 വിസിൽ അടുപ്പിക്കുക. പക്ഷേ എനിക്കൊക്കെ ഉണ്ടല്ലോ, ഗ്രീൻ പീസ് ഉടഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൊലി വേറെ മറ്റേത് വേറെ ആയിട്ട് നിൽക്കില്ലേ, അത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, വേഗം ഗ്രീൻ പീസൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. പിന്നെ തേങ്ങ മേടിച്ചതാണ് കേട്ടോ. ഇപ്പോൾ തേങ്ങ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീട്ടിലില്ല. അപ്പോൾ മേടിച്ചപ്പോൾ 2 തേങ്ങ കേടായിരുന്നു. നമ്മൾ കടയിൽ തിരിച്ചു കൊടുത്തപ്പോൾ അവർ നല്ല തേങ്ങ തരും ചെയ്തു കേട്ടോ. അതും പറയണല്ലോ, കേടാണ് പറഞ്ഞിട്ട്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഇൻസ്റ്റാ റീലിൽ 80 രൂപ കൊടുത്ത് വാങ്ങിച്ച തേങ്ങയാണ്, അവസ്ഥ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടായിരുന്നു. പക്ഷെ നമ്മളെവിടെ അത് തിരിച്ച് എടുത്തിട്ട് നമുക്ക് നല്ല തേങ്ങ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തേങ്ങയൊക്കെ ഉടച്ചു നോക്കുമ്പോഴാണ്, ഇളം തേങ്ങ മേടിക്കുമ്പോഴാണ് തോന്നുന്നു ഈ ചളിച്ച ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ കുക്കർ വിസിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ തേങ്ങ ചിരവി എടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ചിരവി എടുക്കാം. നേരം വെളുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് റിലാക്സ് ആയിട്ട് ജോബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ എണിച്ചത് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടിയൊക്കെ അങ്ങ് നേരത്തെ കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇല്ലെങ്കിൽ ആകെ ഹറിബറിയാവും. പിന്നെ നമ്മൾ ഇത്രയും ലോങ് വീഡിയോ ഇടും കൂടെ ചെയ്യല്ലേ, അപ്പോൾ അതിനനുസരിച്ച് ടൈം എടുക്കും കേട്ടോ നമ്മൾ ഇതെല്ലാം ചെയ്ത് വരുമ്പോഴേക്കും. അപ്പോൾ തേങ്ങ ചിരവിയത് ഞാൻ കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കി കറിക്ക് വേണ്ടിയിട്ട് അരയ്ക്കാൻ എടുത്തു. ഏകദേശം ഒരു തേങ്ങ ഫുള്ള് ഞാൻ കറിക്ക് അരയ്ക്കാൻ എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ നല്ല ക്വാണ്ടിറ്റിയിൽ കറി വെക്കുന്നുണ്ടല്ലോ. ഈ ഒരൊറ്റ കറി ഞാൻ ഇന്ന് ഇപ്രാവശ്യം ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ 2 കറി ഉണ്ടാക്കാറുണ്ട്. ഒന്നുമില്ലേ ഒരു മുട്ടക്കറി ഇതിൻ്റെ കൂടെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഇത് മതി, പുട്ടിലേക്ക് പഴവും കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അയാൻകുട്ടിക്ക് ഇന്ന് ടൂർണമെന്റ് ഉണ്ടായിരുന്നു. അവനക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ 2നും പുട്ടുണ്ടാക്കാന്ന്. നോക്കുമ്പോൾ അവനക്ക് 1 മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഒരു ലഞ്ച് ബോക്സ് തന്നെ ആക്കി കൊടുത്തുള്ളൂ കേട്ടോ. മറ്റേ 2 ലഞ്ച് ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ രാവിലെ എണിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ്. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ പൊതുവേ രാവിലെ എണിച്ചതും പല്ല് തേച്ച് വേഗം പോയി കുളിക്കണ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ അവനക്ക്. അപ്പോൾ ഇതുപോലെ അവൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നും കൂടെ കൂടും. അങ്ങനെ ഗ്രീൻ പീസ് ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വന്നിട്ടുണ്ട്. അതിലോട്ട് അരച്ച തേങ്ങ ചേർത്തി എടുക്കുന്നുണ്ട്. പിന്നെ താളിക്കാനായിട്ട് ഞാനിവിടെ ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് എണ്ണയിൽ തൂമിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തൂമിക്കുക എന്ന് നമ്മുടെ മലപ്പുറം സൈഡിൽ പറയും, ഇവിടെ താളിക്കുക എന്നും പറയട്ടോ. അങ്ങനെ അയാൻകുട്ടിക്ക് വേണ്ടിയിട്ട് കറി ഞാൻ ഇതിലോട്ട് എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഈ കറി. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ പറയുക. അപ്പോൾ രാവിലെ അവനക്ക് കഴിക്കാൻ ഇതും ബ്രെഡും മതി എന്ന് പറഞ്ഞു കേട്ടോ. ഈ ഗ്രീൻ പീസ് കറിയും ബ്രെഡും മതി. അതും നല്ല കോമ്പിനേഷനാണ്.
പെട്ടെന്ന് ഗ്രീൻ പീസ് കറിയും ബ്രെഡും എടുത്തപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്നറിയോ? മറ്റൊരു ഫിലിമില്ലേ, കുഞ്ചാക്കോ ബോബൻ മീര ജാസ്മിൻ്റെ ഒക്കെ, ജോസ് ആലുക്കാസ് എന്നൊക്കെ പറഞ്ഞിട്ട്, ആലുക്ക പറഞ്ഞ എൻ്റെ സിനിമേൻ്റെ പേര് കസ്തൂരിമാൻ. അതിൽ അവന് ലഞ്ചിന് ഈ പറഞ്ഞ പോലെ ബ്രെഡും ഗ്രീൻ പീസും കൊടുക്കുന്ന ആ സീൻ, കൊണ്ടുപോയി കഴിക്കുന്ന ആ സീനാട്ടോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ ഗ്രീൻ പീസ് കറിയും അതുപോലെ പുട്ടിൻ്റെ മാവൊക്കെ റെഡിയാക്കി വെച്ചു. കുറച്ചുകൂടെ അധികം സമയമൊക്കെ ഉണ്ട് കേട്ടോ. അന്ന് ശനിയാഴ്ചയും കൂടിയല്ലേ, ശനിയാഴ്ചത്തെ വ്ളോഗാണ്. അപ്പോൾ അയാൻകുട്ടിക്ക് പെട്ടെന്ന് അവൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചപ്പോൾ 7:30 ബസ് കയറിയാൽ മതി എന്ന് പറഞ്ഞു. 7 മണി ജസ്റ്റ് ആവണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ വേഗം പോയി അടിച്ചു വാരാനൊക്കെ നിന്നു. സിറ്റ് ഔട്ടൊക്കെ ഒന്ന് അടിച്ചു വാരി ചവിട്ടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വിരിച്ചിട്ട് പിന്നെ നമ്മളിതാ മുറ്റൊക്കെ ഒന്ന് ഫുൾ അടിച്ചു വാരി എടുക്കുന്നുണ്ട്. ഇപ്പോൾ മുറ്റടിക്കാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കൂടിയേക്കുവാണ്, പുല്ലൊക്കെ പോയ കാരണം. അപ്പോൾ വേഗം എന്നോട് ഇതുപോലെ മുറ്റടിക്കാൻ ഭയങ്കര ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്, അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും വർഷം ഇങ്ങനെ അടിച്ചു വാരുന്നത്, ഇല്ലെങ്കിൽ എന്നോ നിർത്തിയിട്ടുണ്ടാവില്ലേ. ഞാൻ മഴ പെയ്ത് പുല്ല് മുളച്ചാൽ മാത്രമാണ് അടിച്ചു വാരൽ കുറച്ച് ബാക്കിലോട്ട് ആവാറുള്ളത് കേട്ടോ. അല്ലാത്ത പക്ഷം നമ്മൾ അടിച്ചു വാരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പിന്നെ പാല് വന്നു. ഇനിയിപ്പോൾ നമുക്ക് വേഗം പോയി ചായ എല്ലാം ഉണ്ടാക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. റിഹാനോടാ തോന്നുന്നു രാവിലെ എണീച്ച് പഠിക്കാത്തതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൻ ജസ്റ്റ് എണീച്ച് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ നേരത്തെ അല്ലല്ലോ ഇപ്പോൾ ജിമ്മിന് പോണത്, അതുകൊണ്ട് ജിമ്മിനൊക്കെ പോകുന്ന സമയമാകുമ്പോൾ 5:15, 5:30 ആ ടൈമിലൊക്കെ വേഗം എണീച്ച് അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെയാണ് ജിമ്മിന് പോവാറുള്ളത്. ഇപ്പോൾ കുറച്ചധികം മടിയായി, എനിക്ക് ഭയങ്കര മടിയായിട്ടോ. അതായത് ജിമ്മിന് പോവാൻ രാവിലെ. പിന്നെ ചായ റെഡിയാക്കി, അവൻ്റെ ചായ ജസ്റ്റ് ഒന്ന് ചൂടാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഉപ്പാക്കും ഉമ്മാക്കും ചായ കൊടുത്തു. അതിനുശേഷം ഞാനും റിഹാനും കൂടെ ഇരുന്ന് ചായ എല്ലാം കുടിച്ചു. വളരെ റിലാക്സ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നേരത്തെ എണീച്ചതിൻ്റെ ഒരു ഗുണമാണ് തോന്നുന്നു. അതായത് കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ എണീക്കുന്നതാണ് കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഞാൻ കുക്കിംഗ് ഒരു 7:30, 8 മണിയൊക്കെ, 7:30 ആകുമ്പോഴേ ഞാൻ സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ കേട്ടോ. അങ്ങനെ വാഷിങ്ങിനൊക്കെ കൊണ്ടുപോയിട്ടു. ഇനി ചായ വെച്ച പാത്രങ്ങളൊക്കെ വേഗം വേഗം കഴുകിയെടുക്കുക. അപ്പോഴത്തെ പാത്രങ്ങൾ അങ്ങനെ കഴുകിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരുപാട് പാത്രങ്ങളാവൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം വേഗം കഴുകിയെടുത്തു. അതിന് ശേഷം ഞാൻ ഇനി ഇടിയപ്പത്തിൻ്റെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതിൽ ഫുള്ള് വോയിസ് ഓവർ കൊടുക്കുന്നില്ല, കാരണം ഒത്തിരി ലെങ്തി വീഡിയോ അല്ലേ. നമുക്ക് അതിനനുസരിച്ച് ഇടയിലിടയിൽ അതിൻ്റെ വോയിസും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യണത്. എന്നിട്ട് തന്നെ ഇത് ഇന്ന് കയറുമെന്ന് അറിയില്ല, കാരണം ഞാൻ ഇന്ന് ഇടേണ്ട ദിവസം രാവിലെ ഇരുന്നിട്ടാണ് ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതൊന്നും നമുക്കറിയില്ല കേട്ടോ. നമുക്ക് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട്. ചിലതിനൊക്കെ ഞാൻ അപ്പം റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, ചിലതിന് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു 3/4 പാത്രം എടുത്തിട്ടുണ്ട്. ഉസ്താദ്മാർക്ക് മാത്രം ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് മാവെടുത്തത്. നമുക്ക് പുട്ടും കാര്യങ്ങളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ എടുക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ, കുറച്ച് എടുക്കുന്ന ശീലമൊന്നും ഇല്ല പണ്ട് മുതലേ. അങ്ങനെ ഇതാ ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു. ഇനി അതൊക്കെ പിച്ചി ചുട്ടെടുക്കണം. ഇടിയപ്പം മുട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാം, പ്രശ്നമൊന്നും വരില്ല. ദോശ ഇഡലി ആകുമ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാൻ പറ്റൂല. ഒരുമാതിരി ചൂടൊക്കെ ആറി ടേസ്റ്റൊക്കെ മാറി എന്തൊക്കെയോ പോലാവും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇവർക്കുള്ള ഫുഡിൻ്റെ ദിവസങ്ങളിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് കൂടുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ മാവൊക്കെ സെറ്റാക്കി ജസ്റ്റ് കൈ കൊണ്ടൊന്ന് കുഴച്ചും കൂടെ എടുക്കണം. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിൽ ഇതൊക്കെ ഒന്ന് പീച്ചെടുക്കുക കേട്ടോ. നല്ല നോയ്സ് ഉണ്ടാവും, അപ്പുറത്തും ഇപ്പുറത്തും നിന്നൊക്കെ ആൾക്കാർ വർത്താനം പറയുന്നുണ്ട്, ഒന്ന് ക്ഷമിക്കുക കേട്ടോ.
അപ്പോൾ ഇതാ നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുഴച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. നല്ല ചൂടുണ്ട്. ഒന്ന് ചൂടാറിയ പിന്നെ ഞാൻ നമ്മുടെ ഇലയടക്കൊക്കെ വേണ്ടി കുഴച്ചെടുക്കൂലേ, അതുപോലെ ഒന്ന് കുഴച്ചും കൂടി എടുക്കണം കേട്ടോ. പിന്നെ ചങ്ക്സിന്റെ മസാല അടിപൊളി. ചേമ്പും തണ്ണ് ചൊറിയുമോ? ഞാൻ വെക്കുമ്പോൾ ചൊറിയില്ലാലോ എന്ന്. എനിക്കറിയില്ല മുത്തേ, അന്ന് എന്താ ചൊറിഞ്ഞതെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ 2-3 ദിവസമായില്ലേ വ്ളോഗ് ഇട്ടിട്ട്, കല്യാണം അതിൻ്റെ തിരക്കും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ. ശനി ഞായറും ഭയങ്കര ബിസി ആയിരിക്കും. ഇതിപ്പോൾ തിങ്കളാഴ്ച രാവിലെ ഇരുന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. തിങ്കളാഴ്ച ഇടാൻ പറ്റുകയാണെങ്കിൽ തിങ്കളാഴ്ച തന്നെ ഇടും, അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഇടും. ഇതാണ് എൻ്റെ പ്ലാൻ കേട്ടോ. അപ്പോൾ സോയ ചങ്ക്സ് അങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ. നമ്മൾ സോയ ചങ്ക്സ് എന്ന് അങ്ങ് പറയലില്ല, സോയ ബീൻസ് എന്നൊക്കെയാണ് പറയുക. ശരിക്കും ചങ്ക്സ് എന്നാണ് പറയേണ്ടത് അല്ലേ. പിന്നെ ഹലോ ജിനിത്ത, ഇന്ന് കുഞ്ഞാവൻ്റെ നിക്കാഹ് വ്ളോഗ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതാരാ? റുഷ്ത എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ നിക്കാഹിൻ്റെ വ്ളോഗ്, കണ്ടില്ലേ? എനിക്ക് സുഖമാണ്, ഞാൻ ഡ്യൂട്ടിയിലാണ്. ഓക്കെ ഓക്കെ. പിന്നെ കുറേ സലാം പറഞ്ഞിട്ടുണ്ട്. അത് ചേമ്പാണ് ജീത്ത എന്ന് പറയുന്നുണ്ട്. മുത്തേ, എനിക്കത് ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ. അതേപോലെ എൻ്റെ വ്ളോഗിന് വ്യൂസ് കുറഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കുട്ടി കമൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. വ്യൂസ് കുറയാൻ റീസൺ ഞാൻ ഇങ്ങനെ കമൻറ്റ് വായിച്ചിട്ടാണ്. അത്രേ. നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ അത് പറയാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് അതിൽ തന്നെ റിപ്ലൈ തരണു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീട്ടിൽ ഉസ്താദ് വന്നിട്ട് ഫുഡ് എടുത്തിട്ട് പോവാറാണ്. അപ്പം നമ്മൾ പാക്ക് ചെയ്ത് വെച്ചാൽ മതി. അവർ വരുന്ന ഒരു സമയത്ത് നമ്മൾ പാക്ക് ചെയ്ത് വെക്കും. ചായയും കാര്യങ്ങളൊക്കെ ആ ഒരു സമയം കൊണ്ട് നമ്മൾ വേഗം റെഡിയാക്കിയിട്ട് എല്ലാം പാക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞു. ഞാനിതാ ബാക്ക് സൈഡൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഞാനിന്ന് ചോറ്, മീൻ, ഉപ്പേരി ഇങ്ങനെയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എപ്പോഴും ബിരിയാണിനെക്കാട്ടിലും നല്ലത് ഇതും കൂടെ അല്ലേ. അപ്പോൾ നല്ല നാടൻ മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ ചെമ്പല്ലിയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചൂരമീനും മേടിച്ചിട്ടുണ്ട്. ചൂരമീൻ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു മത്തിയും ചെമ്പല്ലിയും ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് 3 മീനും കൂടെ വെക്കാനുള്ള സമയം എനിക്ക് കിട്ടും തോന്നിയില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു. മത്തി പൊരിച്ചതും മത്തിക്കറിയും ചെമ്പല്ലി പൊരിച്ചതും ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ വാഷിംഗ് ലിക്വിഡിൽ ഏറ്റവും സ്മെല്ലുള്ള ലിക്വിഡ് ഏതാന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്ന ഏകദേശമൊക്കെ നല്ല സ്മെല്ലാണ്. ഏരിയൽ നല്ല സ്മെല്ലാണ്, ഉജാല നല്ല സ്മെല്ലാണ്, ബാഡായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇപ്പം മേടിച്ചത്, ഇപ്പം ഞാൻ യൂസ് ചെയ്യണ ഒന്ന് ഞങ്ങളധികം കാണാത്തൊരു വാഷിംഗ് ലിക്വിഡാണ്. അത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സ്മെല്ല് പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇടുമ്പോൾ എന്തെങ്കിലും സ്മെല്ലുള്ള ലിക്വിഡും വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അത് വേണമെങ്കിൽ നമുക്ക് ഡ്രസ് ഫ്രഷ്നർ പറഞ്ഞിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടാവും. അത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡെറ്റോൾ യൂസ് ചെയ്യാം. അപ്പോൾ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മളോട് ചോദിച്ചതും പറഞ്ഞതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. ചിലപ്പോൾ തോന്നും എന്ത് ജീവിതമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു കുട്ടി കമൻ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. നമുക്ക് വേണ്ടിയിട്ടും ഒരു ദിവസത്തിൽ കുറച്ച് സമയം മാറ്റി വെക്കുക എന്ന് ഞാൻ പറയാറില്ലേ. അപ്പോൾ അത് ചെയ്യുക. മന്തി റെസിപ്പി ഉണ്ടാക്കി നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ഇത് ചേമ്പാണ്, ചൊറിയില്ല. എനിക്കെന്താ അറിയില്ല മുത്തേ, ചൊറിഞ്ഞു. അത് വല്ലാത്തൊരു കഷ്ടമായി. എന്ത് പറ്റിയെന്ന് അറിയില്ല, ചൊറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ വലിയ തണ്ട് എടുത്തത് കൊണ്ടുള്ള പ്രശ്നമാണോ എന്നും അറിയില്ല കേട്ടോ. ആണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക.
പിന്നെ ഞങ്ങളും കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത് ചായയും കുടിച്ചിട്ട് ഇനി നമുക്ക് ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ല ഫിഷ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 4 കിലോ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. അതിൽ ഇത് മാത്രം ഞാൻ മാറ്റി വെച്ചു. ചൂര ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ല, എനിക്കും കുട്ടികൾക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ ചൂരമീൻ അധികം മേടിക്കാത്തത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഫ്രിഡ്ജിലൊന്ന് കഴുകിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്, വെള്ളമാക്കിയിട്ട്. ബാക്കിയെല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്തു കേട്ടോ. ഉമ്മ ക്ലീനാക്കി തന്നു. മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, വിനീഗർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഡ്രൈ മാംഗോ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് നമുക്കിതിലോട്ട് മത്തിക്ക് ഞാൻ പകുതി എടുത്തു, പിന്നെ ചെമ്പല്ലി ആക്കാനും പകുതി എടുത്തു കേട്ടോ. മത്തി മീൻ പകുതി മീൻ എടുത്തിട്ട് ഞാൻ ഫ്രൈ ചെയ്യാനെടുത്തു, പിന്നെ പകുതി എടുത്തിട്ട് നമ്മൾ കറിയും വെച്ചു. ഇത്രയും ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സെയിം മസാല തന്നെ ചെമ്പല്ലി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് പുരട്ടി ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറില്ല, പുറത്തന്നെ വെക്കാറുള്ളൂ. ഇച്ചിരി കഴിഞ്ഞാൽ നമുക്ക് വറുക്കാലോ. പിന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുളിവെള്ളം ആദ്യം തന്നെ പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളിയും പച്ചമുളകും, 1.5 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂണ് മുളകിൻ്റെ എരിവുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ്, തക്കാളിയും തേങ്ങയും കൂടി അരച്ചെടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഒരു തേങ്ങ ഫുള്ളും അതിലോട്ട് 2 തക്കാളി ഇട്ടിട്ട് അരച്ചതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഇതങ്ങ് അടച്ച് വെക്കാം കേട്ടോ. ഇനി അത് പതുക്കെ തിളച്ച് വരണം. അപ്പോഴത്തേക്കും ഞാൻ കറിക്ക് വേണ്ടിയിട്ടുള്ള കറിവേപ്പിലേക്കൊന്നും പോയി എടുത്തിട്ട് വന്നു. നിങ്ങളുടെ നാട്ടിൽ മഴ ഉണ്ടോ? ഇന്ന് മുതൽ ഇവിടെ ചെറിയ ചെറിയ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓപ്പണാക്കി ഇളക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആ ഉള്ളിയും അതുപോലെ പച്ചമുളകൊക്കെ വേവണ വരെയാണ് നമുക്കത് അവിടെ വെക്കേണ്ടത്. അതിൻ്റെ ഇടയിൽ അയൻകുട്ടി വിളിച്ചതാണ് വൈകും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ അവനോട് സംസാരിച്ചിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ അവിടുത്തെ പാത്രങ്ങൾ എടുത്ത് വെക്കൽ, അവിടുത്തെ ക്ലീനിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം കുക്കിംഗ് കഴിഞ്ഞിട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയിൽ നിന്ന് പോകാൻ സമയം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയായിരിക്കും. പിന്നെ സ്പീക്കറിൽ ഇട്ടിട്ട് അവനോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങൾ ഇവിടെ നോക്കുന്നുണ്ട്. മത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയും കൂടെ എടുത്തതാണ്, ക്ലീൻ ആക്കിയതാണ്. അതിന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ സെറ്റാക്കി. പിന്നെ ഈ ഒരു ഭാഗത്ത് വേഗം നമ്മൾ ഒരു ലിക്വിഡ് ഒഴിച്ചിട്ട് വേഗം തന്നെ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. മത്തി നമ്മൾ വാങ്ങിച്ച ഒരു സ്പെഷ്യൽ സ്മെല്ലായിരിക്കില്ലേ വീട്ടിൽ, പക്ഷെ വല്ലപ്പോഴാണ് മേടിക്കൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നൊന്നും കഴിക്കണ ഇഷ്ടമല്ല, എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കണത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഭാഗമൊക്കെ ഒന്ന് വേഗം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് ഉണ്ടാക്കണം. ഞാൻ 2 കുക്കറിൽ ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. ഒന്നിൽ നമുക്കും പിന്നെ ഒന്നിൽ അവർക്കും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ 2 കുക്കറിലും അരിയൊക്കെ എടുത്തിട്ട് വന്ന് നമ്മൾ ചോറ് വെച്ചു. അവർ വലിയ അരി ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ വലിയ അരി ഇല്ലല്ലോ, പൊന്നിയരി അല്ലേ നമ്മളെപ്പോഴും യൂസ് ചെയ്യാറ്. പിന്നെ കുട്ടികൾ സ്കൂളിലും പോയ കാരണം നമുക്കത് വാങ്ങിച്ച് വെച്ചു കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇവിടെ ഉണ്ടാവുമായിരിക്കും, നമ്മളിതുവരെ ഈ ഭാഗങ്ങളിൽ നിന്ന് വലിയ അരി വാങ്ങിച്ചിട്ടേ ഇല്ല. എപ്പോഴും കഞ്ചിക്കോട് നമ്മളൊരു ചാക്കായിട്ട് എടുത്തിട്ട് വരുന്നതാണ് കേട്ടോ പൊന്നിയരി. അങ്ങനെ നമ്മൾ 2 കുക്കറിലും ചോറ് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ മീൻകറി ജസ്റ്റ് ഇങ്ങനെ തിളച്ചായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇത് നാടൻ കറിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ മത്തി ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് ചെറിയുള്ളിയും കറിവേപ്പിലയും ജീരകവും ഉലുവയും കൂടെ വെളിച്ചെണ്ണയിലൊന്ന് നന്നായിട്ട് തൂമിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ല, നിങ്ങൾ ഫസ്റ്റ് തന്നെ ഈ ഒരു മിക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഒരു ചട്ടിയിൽ താളിപ്പ് ഉണ്ടാക്കിയിട്ട് ഈ മിക്സ് അതിലോട്ട് ഒഴിച്ചു കൊടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് വേവിച്ചെടുത്താലും പ്രശ്നമല്ല. അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ സമയം ലാഭമാണ്. പിന്നെ ഞാൻ കുക്കിംഗ് കഴിഞ്ഞിട്ട് അവിടുത്തെ കുറേ സാധനങ്ങൾ മാറ്റി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വേഗം മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ പാത്രങ്ങൾ വേഗം കഴുകിയെടുക്കണം. അതിനുശേഷം നമുക്ക്
എന്താ പറയുക പാക്കിംഗ് ഉണ്ട് കേട്ടോ. പാക്കിംഗ് ചെയ്ത് തുടക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് പോയത്. നമുക്ക് മീൻകറി ആയോ എന്ന് ഇടക്കിടക്ക് ചെക്ക് ചെയ്യും കൂടെ വേണം. മീനൊക്കെ ഒന്ന് നന്നായി വെന്ത് തിളച്ച് വരണ്ടേ. അപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് നാടൻ മീൻകറിയാണ്. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ കുക്കർ അവിടെ റെഡി ആയിട്ട് വിസിലടിച്ച് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഒറ്റ വിസിലടിച്ചാൽ മതി. കാരണം അത്യാവശ്യം അരി ഇട്ടിട്ടുണ്ട്. ഒരു ഇതിൽ 2 നാഴി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഒരൊറ്റ വിസിൽ മതി, അല്ലെങ്കിൽ വെന്തുടഞ്ഞു പോകും. എന്നോട് കുക്കറിൽ എങ്ങനെ ചോറ് വെക്കാന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അരിയുടെ അളവിനനുസരിച്ചിട്ടാണ് കുക്കറിലും നമ്മൾ ചോറ് വെക്കേണ്ടത് കേട്ടോ. കുറച്ച് അരിയാണെങ്കിൽ ചിലപ്പോൾ 2, 3, 4 വിസിൽ വെക്കേണ്ടി വരും. ഒരുപാട് അരി ഇടുന്നുണ്ടെങ്കിൽ ഒരൊറ്റ വിസിൽ മതി. ഞങ്ങൾക്ക് നോർമലി ഞാൻ ചോറ് വെക്കുമ്പോൾ 2 വിസിലാണ് കേട്ടോ ഞാൻ അടിക്കാറ്. അങ്ങനെ നമ്മൾ ചേന വീട്ടിൽ തന്നെ ഉണ്ടായ ചേനയാണ്. അന്ന് ഇങ്ങനെ ചേച്ചിമാർ വന്നപ്പോൾ വലിച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. വലിയ ചേനയാണ്. ഞങ്ങളുടെ ഇവിടെ ഉണ്ടാകുന്ന ചേന നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം ഞാൻ ചേനയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു വെറുതെ എന്തിനാണ് സമയം കളയണേ പറഞ്ഞിട്ട് വേഗം മീൻ പൊരിക്കാൻ വേണ്ടി വെച്ചു. ഒന്നിൽ നമ്മൾ ചെമ്പല്ലി പൊരിച്ചെടുത്തു, ഒന്നിൽ മത്തിയും പൊരിക്കാൻ വേണ്ടി വെച്ചു. അപ്പുറത്തെ മീൻകറി നമ്മുടെ റെഡി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. താളിച്ചൊക്കെ റെഡിയായി അവിടെ വെച്ചിട്ടുണ്ട്. മത്തി ഇങ്ങനെ മുരിക്കന് പൊരിച്ചിട്ട് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു കൊതിയിലാണ്. പക്ഷെ ഇന്നൊന്നും സമയം കിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും നോക്കാല്ലേ പൊതിച്ചോറ്. നല്ല നാടൻ പൊതിച്ചോറൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ അവിടെ വാഴന്റെ ഇല ഒരുപാടുണ്ട് കേട്ടോ. അപ്പൊ പലരും അങ്ങനെ പറയും, നിങ്ങൾക്ക് വാഴന്റെ ഇലയൊക്കെ വെട്ടിയായാലും ഊണ് കഴിച്ചൂടെ എന്നൊക്കെ. നമ്മൾ പിന്നെ അത് അങ്ങനെ മൈൻഡ് ആക്കാറില്ല കേട്ടോ. അതുകൊണ്ടാണ്. ബിരിയാണിയൊക്കെ പണ്ട് ഇതുപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിവിടെ ചേന ഉപ്പേരിയും കൂടെ വെച്ചിട്ടുണ്ട്. ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും വെളിച്ചെണ്ണയിലൊന്ന് താളിച്ചെടുത്ത് ചേന മുറിച്ചത് അതിലോട്ടിട്ട് ഉപ്പിട്ട് ഇച്ചിരി വെള്ളം മതി കേട്ടോ. ചേന പിന്നെ പെട്ടെന്ന് വേവുമല്ലോ ഉപ്പേരി ആവുമ്പോൾ. മീനും ഇതും രണ്ടും വറുത്തതായതുകൊണ്ടാണ് ഞാൻ ചേന ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചത്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഓപ്പണാക്കി നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക, അടച്ചു വെക്കുക. പിന്നെ ചോറായതിന് ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. ഈ പാത്രം നല്ലതാണോ എന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. ഈ ചോറ് ഊറ്റുന്ന സംഭവമില്ലേ, വലിയ അരിയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഇതിലും അരിയൊന്നും പോകില്ല, പക്ഷെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചോറിൻ്റെ ഇത് പിടിച്ചിട്ടുണ്ടാവും. നമുക്ക് കഴുകാൻ കുറച്ച് പാടാണ് കേട്ടോ. അപ്പം ഞാൻ 2 പാത്രങ്ങളിലായിട്ട് ചോറ് കംപ്ലീറ്റ് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചോറാക്കി എല്ലാം സെറ്റാക്കി അവിടെ വെക്കാം. 1:30 ആകുമ്പോഴത്തേക്കും അവർ കൊണ്ടുപോകാൻ വേണ്ടി വരും. പിന്നെ ഇങ്ങനെ വോയിസ് ഉള്ള ഭാഗങ്ങളിൽ ഞാനും ഉമ്മി സംസാരിക്കണമൊക്കെ കലപ്പിലാന്ന് കേൾക്കൂട്ടോ. അങ്ങനെ അവരുടെ ലഞ്ചെല്ലാം പാക്ക് ചെയ്ത് ഞാൻ വേഗം പോയി തുടക്കലും സമാധാനത്തോടെ പോയി കുളിച്ച് ഞങ്ങൾ ലഞ്ചെല്ലാം കഴിച്ച് പിന്നെ കുറേ നേരം റെസ്റ്റ് എടുക്കാൻ പറ്റും കേട്ടോ. ഏകദേശം ഞാൻ ഒരു 4:30-5 മണി വരെ 4:30 വരെ കിടന്ന് റെസ്റ്റൊക്കെ എടുത്ത് അതിനുശേഷം പിന്നെ എണിച്ച് വാതിലൊക്കെ തുറന്ന് നമ്മൾ ആദ്യം തന്നെ ചായ എല്ലാം വെച്ച് ഇവിടേക്ക് അടിച്ചു വാരിയെടുക്കും. വൈകുന്നേരം അടിച്ചു വാരാൻ പാടില്ല പറയും. പക്ഷെ നമ്മൾ 5 മണിൻ്റെ മുമ്പെയാണ് അടിച്ചു വാരാറുള്ളത്. അതുകൊണ്ട് പ്രശ്നമില്ല എന്നാണ് ഞാൻ എല്ലാവരുടെയും കേട്ടേക്കുന്നത്. നമ്മുടെ വീടും പരിസരവും നന്നായിട്ട് വൃത്തിയായിട്ട് ഇരിക്കണതല്ലേ നല്ലത്, അങ്ങനെയാണ് കേട്ടേക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ അടിച്ചു വാരുന്ന റൂമോ എല്ലാം ഒന്നും ചേർത്തി അടിച്ചു വാരൂല. ഈ നടക്കുന്ന ഏരിയ, പിന്നെ ഹാള്, പിന്നെ വർക്ക് ഏരിയ, അടുക്കള, ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ
ഞാൻ വൈകുന്നേരം അടിച്ചു വാരാറുള്ളൂ. അതുകൊണ്ട് അത് ഇത്ര വലിയ ബുദ്ധിമുട്ടൊന്നും അല്ല കേട്ടോ. പിന്നെ ഞാൻ ചായ വെക്കാൻ വേണ്ടി നിന്നു. ജനൽ തുറക്കാണ്ട് എനിക്കൊരുമാതിരി, അപ്പോൾ വേഗം ഒന്ന് ജനലൊക്കെ ഒന്ന് തുറന്നു വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ രാത്രി ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കണം, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റാക്കണം. പിന്നെ പൊറോട്ട മേടിക്കാമെന്ന് വിചാരിച്ചു. ദോശ ഉണ്ടാക്കുക, അതും ആക്കി കൊടുത്തിട്ട് രാവിലത്തെ നമ്മുടെ ഗ്രീൻ പീസ് കറി കുറച്ച് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ആക്കിയിട്ട് അങ്ങനെ ഈ ഡിന്നർ അങ്ങനെ സെറ്റ് ചെയ്യുക. അതിലോട്ട് നമുക്ക് കട്ടൻ ചായ അങ്ങനെ എന്തെങ്കിലും ഫ്ലാസ്ക് ഉണ്ട്, അപ്പം അതെന്തെങ്കിലും സെറ്റാക്കി വെക്കുക. പിന്നെ ഞാനിവിടെ ചായക്ക് വേണ്ടി ഇതാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിലോട്ട് പാലൊക്കെ ഒഴിച്ച് അതൊക്കെ ഒന്ന് സെറ്റാക്കി ഇനി ചായ എല്ലാം കുടിച്ച് പതുക്കെ വേണം ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാൻ കേട്ടോ. അപ്പം ഞാൻ നാടൻ ഗ്രേവി ആട്ടോ ഒന്ന് ഉണ്ടാക്കണം. ഇന്ന് മൊത്തം നാടൻ്റെ ആൾക്കാരാണ് അല്ലേ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു ഇലക്കറിയും കൂടെ അതിലോട്ട് വെക്കണം വിചാരിച്ചാണ്, പക്ഷെ അത് നന്നാക്കാനും ഇതിനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഇതന്നെ നമ്മൾ എന്ത് കൊടുക്കുമ്പോഴും സന്തോഷത്തോടെ സമാധാനത്തോടെ കൊടുത്താൽ അതന്നെ നല്ലതല്ലേ. അപ്പം നമ്മൾ വേഗം ചായ റെഡിയാക്കി ഇനി ചായ എല്ലാം കുടിച്ച ശേഷം ചിക്കന് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തുകൊണ്ട് താഴെ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പം അതൊന്ന് കഴുകിയെടുക്കണം. ലെഗ് പീസും അതും ഇതൊക്കെ ആയിട്ട് എല്ലാം മാറ്റി മാറ്റി എടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പം എന്തായാലും മസാല പുരട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് മസാല പിടിക്കുക, ചെറിയ ചെറിയ പീസാക്കിയാലാണ്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ആദ്യം തന്നെ ചിക്കനെ ഞാൻ ഓരോ ഭാഗമായിട്ട് വെക്കും. ഗ്രേവി ആക്കാനിത്, ചിക്കൻ ഫ്രൈ ആക്കാനിത്, വേറെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അതാക്കാനിത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ മാറ്റി മാറ്റി വെക്കും. പിന്നെ നമ്മൾ ചോപ്പറിൽ അങ്ങ് എല്ലാം ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തു, പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ ചെറിയുള്ളിയും വലിയുള്ളിയും ഒക്കെ അതിലിട്ടത്, അത്യാവശ്യം ചെറിയുള്ളി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നാടൻ കറിയല്ലേ ഉണ്ടാക്കുന്നത്, നന്നായി ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നെയ്യിലാട്ടോ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിക്കുക. ഞാനിവിടെ നെയ്യും വെളിച്ചെണ്ണയും കൂടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പട്ട, ഗ്രാമ്പു, ഏലക്ക, ഉലുവ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, വലിയ ജീരകം. ഇനി ഇതൊന്ന് പൊട്ടിയിട്ട് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ചോപ്പ് ചെയ്ത് നമ്മുടെ ഉള്ളി ചേർത്തി കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 3-4 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. കുറച്ചൊക്കെ എരിവ് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഇനി ഇച്ചിരി ഉപ്പിട്ടിട്ട് ഉള്ളി നല്ല പോലെ വഴണ്ട് വരണം, നല്ല കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരട്ടെ, ഒരു ഗോൾഡൻ ബ്രൗൺ ആവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് തക്കാളി ഇവിടെ ചോപ്പ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുരുമുളക് പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും പൊടി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ആവി വന്നപ്പോൾ ഫോണ് ഒന്ന് മങ്ങിപ്പോയില്ലേ. അപ്പോൾ അതൊന്ന് ചേർത്തി അതിനുശേഷം ഞാൻ ഇതിലോട്ട് ചിക്കൻ മസാല ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ, അത് ചേർത്തി ഗരം മസാല ഒരു 1/2 സ്പൂൺ വീണ്ടും ചേർത്തിട്ടുണ്ടായിരുന്നു. ഒരു 3-4 കുഞ്ഞ് തക്കാളി ആയപ്പോൾ അതൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഇതിലോട്ട് ചേർത്തി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതുപോലെ 2 സ്പൂൺ ചേർത്തി കൊടുത്തിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് ഗ്രേവി ഉണ്ടാക്കുന്നത്. പിന്നെ ഇതാ ഇത് വേഗം വേഗം ഒന്ന് എടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്, നല്ലപോലെ മസാല വേവട്ടെ. അപ്പോഴത്തേക്ക് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ടൊന്ന് കൊട്ടിയിട്ടെടുക്കാം. ഞാൻ ബോൺ പീസ് അല്ലാത്ത പീസ് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അതിലോട്ട് ഇട്ട് കൊടുക്കാറ്. പിന്നെ കഴുത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രേവിയിൽ തന്നെ ഇടുക. പിന്നെ ബാക്കി പാർട്സ് ഒന്നും ഞാൻ എടുക്കാറില്ല. കഴുത്തന്നെ നിവൃത്തിയില്ലാണ്ട് എടുക്കുകയാണ് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ കഴുത്ത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. എനിക്കും കഴുത്തിൻ്റെ ഇറച്ചി ഇഷ്ടമാണ്, പക്ഷേ കഴുത്ത് എന്ന് പറയുമ്പോൾ എന്തോ പോലെയാണ് കേട്ടോ. അപ്പൊ ലിവറും പിന്നെ കക്കാലെ ആ സാധനം രണ്ടും എടുക്കൂല കേട്ടോ. പിന്നെ നന്നായിട്ട് മസാലയൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട്, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഇതിൽ നിന്ന് തന്നെ വരും ചെയ്യും. നമുക്ക് ഉപ്പൊക്കെ ഇട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി അവിടെ അടച്ച് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഓപ്പൺ ആക്കിയിട്ട് എണ്ണ തെളിഞ്ഞ് നല്ല മസാലയ്ക്ക് വെന്ത് വരുന്നത് വരെ ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കിയും കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പീസിലും നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് കിട്ടുമല്ലോ. അപ്പോൾ വീണ്ടും ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. എണ്ണയും നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലോട്ട് കസൂരി മേത്തി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പുറത്ത് ഞാൻ ദോശ ചൂടാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചേക്കുവാണ് കേട്ടോ. കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ അടച്ചു വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇക്കയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സാറ്റർഡേ ഇപ്രാവശ്യം പോയിട്ടില്ല കഹാനിക്ക്, അല്ലെങ്കിൽ ഞാൻ ഇക്കയും കൂടെ ഒരുമിച്ച് വരേണ്ട സമയമാണിത്. ഞാനിനി കുറച്ച് കഴിയും കേട്ടോ കഹാനിലേക്ക് പോകണമെങ്കിൽ, ഉടനെ പോവാൻ ചാൻസ് കുറവാണ്. അപ്പം ഗ്രേവി അവിടെ വേവിക്കാൻ അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കുകയാണ്. കടലമാവിലോട്ട് ചിക്കൻ മസാല, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഒത്തിരി കസൂരി മേത്തി, പിന്നെ നമ്മുടെ നെയ്യ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങയുടെ നീര്, വേണമെങ്കിൽ 1 സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇത് കുറച്ച് എന്താ പറയുക വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കിതൊന്നും കൂടെ ഒന്ന് മസാല രൂപത്തിലാക്കിയെടുക്കണം. വെള്ളത്തിന് പകരം എണ്ണയും വേണമെങ്കിൽ ഒഴിക്കാം. ഞാൻ എന്തായാലും നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മേടിക്കുന്ന ഓയിലിനെക്കാട്ടിലും നല്ലത് നമ്മൾ വീട്ടിലുണ്ടാക്കണ നെയ്യ് തന്നെയാട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്തത്. ഓയിൽ മാക്സിമം കമ്മിയാക്കി അത്രയും നല്ലത്. നമ്മൾ മേടിക്കുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെങ്കിൽ കുഴപ്പമില്ല, വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാ നന്നായി മിക്സ് ചെയ്ത് അവിടെ അങ്ങ് അടച്ചു വെച്ചിട്ടുണ്ട്. അത് കുറച്ചു നേരം പുറത്തിരിക്കട്ടെ. കുറച്ചധികം പാത്രങ്ങൾ ഉണ്ടായിരുന്നു, അതിനൊന്ന് വേഗം കഴുകിയെടുക്കണം. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കണം, ദോശ ചുട്ടെടുക്കണം, ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് കേട്ടോ ഉള്ളത്. പാത്രം കഴുകിയിട്ട് നമുക്ക് അതിന് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ. പിന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ച ശേഷമാണ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ തുടങ്ങിയത്. എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ ഒരു മസാല പെട്ടെന്ന് തന്നെ പിടിക്കും കേട്ടോ. എല്ലാം ബോൺലെസ് പീസ് അല്ലേ, അപ്പോൾ നല്ല തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഔട്ട് ലെയറും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു ചിക്കൻ ഫ്രൈക്ക്. നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇടാം കേട്ടോ. പിന്നെ നമ്മൾ ചായ വെക്കാൻ വേണ്ടി വെച്ചതിൽ ആദ്യം പഞ്ചസാരയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 ഏലക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്കാക്ക് പകരം പട്ടി ഇട്ട് കൊടുക്കുക, നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഫ്ലാസ്കിലോട്ടാക്കാം. എനിക്കും ഇഷ്ടമാണ് കേട്ടോ ഈ പൊറോട്ട ചിക്കൻ ഗ്രേവി അതിലേക്ക് ഇങ്ങനെ കട്ടൻ ചായയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ആ സൈഡിലൊക്കെ ഉള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യണേൽ ഞാൻ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടു. ഇക്ക വന്നപ്പോൾ ഇക്കാക്കുള്ള ചായയും റെഡിയാക്കി കൊടുത്തു കേട്ടോ. ഇനി അതിന് ശേഷം നമുക്കിനി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാത്രി 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് 8-8:30 അതിൻ്റെ ഉള്ളിൽ വരും കേട്ടോ. അപ്പോൾ ചായ എല്ലാം കൊടുത്ത ശേഷം അയാൻകുട്ടി വിശക്കണു പറയാണ്. അവന് പിന്നെ പൊതുവേ സ്മെല്ലൊക്കെ കേട്ടാൽ വിശപ്പൊന്നും കൂടെ കൂടും. നിങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ കുട്ടികൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതാ വേഗം ചിക്കൻ ഫ്രൈ ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് പച്ചമുളകും കൂടെ ഒന്ന് സൈഡൊന്ന് വരഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതും ചിക്കൻ്റെ കൂടെ വറുത്ത് കോരിയ നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. പിന്നെ അവർക്ക് എരിവ് ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്യാണ്ടിരുന്നത്. പിന്നെ ഇതാ വേഗം ദോശയും ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മളൊരു സൈഡായിട്ട് വെക്കാന്ന് മാത്രം കേട്ടോ. പൊറോട്ട മാത്രം എങ്ങനെ കൊടുക്കുക എന്നൊക്കെ നമുക്ക് തോന്നൂലേ. അപ്പം നമ്മൾ ദോശയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പുറത്ത് പിന്നെ പൊറോട്ട പാക്ക് ചെയ്ത ആ പാക്കോടെ തന്നെ കൊടുക്കുക വിചാരിച്ചു. പൊറോട്ട പിന്നെ മേടിച്ചതാട്ടോ, എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ 1-2 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. അത്ര വലിയ കോൺഫിഡൻ്റ് ഒന്നും ഇല്ല കേട്ടോ എനിക്ക് പൊറോട്ട ഉണ്ടാക്കാൻ. അപ്പം ആദ്യം ഞാനൊരു പാത്രത്തിൽ ദോശ വെച്ചു. പിന്നെ ചിക്കൻ ഗ്രേവി ഒരു പാത്രത്തിലാക്കി. അടുത്തത് വീണ്ടും ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പാത്രം വേറെ ഇല്ലല്ലോ. അപ്പം ഞാൻ വേഗം അതിൻ്റെ മുകളിൽ തന്നെ ചിക്കൻ ഫ്രൈയും വെച്ച് നെക്സ്റ്റ് ഒരു പാത്രത്തിൽ വീണ്ടും ഞാൻ ചിക്കൻ ഗ്രേവി ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തതിൽ ഞാൻ ഗ്രീൻ പീസ് കറി ആക്കി എടുത്തു കേട്ടോ, നമുക്ക് ദോശക്ക് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ എല്ലാം പാക്ക് ചെയ്തിട്ട് ഇനി ഇതുപോലത്തെ ബാഗ് അവർ തന്നെ കൊണ്ടുവരും. പാക്കും എല്ലാം അവർ തന്നെ കൊണ്ടുവരും കേട്ടോ. അപ്പം നമ്മൾ ഇനി അതും കൂടെ ഉമ്മാൻ്റെ കൈയും കൂടിയാണ് കേട്ടോ ഇടയിൽ കാണുന്നത്. അപ്പോൾ അത് ഇക്ക കൊണ്ടു കൊടുത്തു. അങ്ങനെ ഇന്നത്തെ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ പാൽപ്പാട എങ്ങനെ എവിടെ എന്നൊക്കെ ചോദിക്കില്ലേ. പാല് തിളപ്പിച്ച് അതിൻ്റെ മുകളിൽ വരുന്ന ഈ സാധനമാണ് പാൽപ്പാട. അപ്പോൾ ഞാൻ ഇന്ന് തൈര് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാല് മാറ്റി വെച്ചിരുന്നു. പാൽപ്പാട എടുത്ത് മാറ്റും. പാലിലേക്ക് തൈര് ഒഴിച്ചിട്ട് ഇതങ്ങ് എടുത്ത് മാറ്റും കേട്ടോ. ഇനി കട്ട തൈരാവും. ഇതാണ് പാൽപ്പാട. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബട്ടറും നെയ്യും ഒക്കെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അവർ പോയി. ഞാൻ പാല് ഒഴിച്ചു. ഇനിയിപ്പം ഞങ്ങളുടെ കഴിക്കൽ പരിപാടികളൊക്കെയാണ്. ഇന്ന് പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഡിന്നർ കഴിക്കാൻ തന്നെയാണ് പ്ലാന്. പിന്നെ എന്നോട് എത്ര വെയിറ്റ് ഉണ്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ 71-70 ആ ലെവലിൽ ഇങ്ങനെ പോകുന്നുണ്ട്. കൂടിയിട്ടില്ല. എന്നെ കാണുമ്പോൾ കൂടിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ആ ലെവലിലാണ് ഇപ്പം ഞാൻ പോണത്. ഇനി ജിമ്മിന് പോയിട്ട് കുറച്ച് കാലമായി. അതായത് ഇപ്പം എങ്ങനെയെന്നറിയോ, ആഴ്ചയിൽ ഒരു 3 ദിവസം ജിമ്മിന് പോയാൽ ബാക്കി 4 ദിവസം ലീവാണ്. അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി എടുക്കണം. കുറച്ച് എൻ്റെ മടിയുണ്ട്, കുറച്ച് എൻ്റെ തിരക്കുണ്ട്, അങ്ങനെ എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇന്നിപ്പോൾ വൈകുന്നേരം പോകണം തന്നെയാണ് പ്ലാനിങ്. രാവിലെ മോൻ വന്ന് പോവല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിടാ നമുക്ക് വൈകുന്നേരം പോവാ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ തന്നെ മുടക്കിയാണ്ട് വെച്ചു കേട്ടോ. അതാണ് അതിൻ്റെ ഒരു രസം. അങ്ങനെ ഞാൻ ഓരോ വീഡിയോസും കണ്ടിട്ട് ഇങ്ങനെ അയാൾക്കുള്ള ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. അവനക്ക് ടൂർണമെന്റ് ഒക്കെ കഴിഞ്ഞ് രാത്രിയാവും, നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞങ്ങൾ കഴിക്കണതിന് മുമ്പ് അവനക്ക് കൊടുക്കാന്ന് വിചാരിച്ചു. സമയം ആവണല്ലേ ഉള്ളൂ കഴിക്കാൻ.
അവൻ്റെ കഴിക്കൽ കഴിഞ്ഞു. റിഹാൻ ജിമ്മിന് പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സാറ്റർഡേ അവൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ തിരക്കായപ്പോൾ പോയില്ല. അപ്പോൾ റിഹാൻ വന്നിട്ട് നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ ഫ്രൈയോ? പൊറോട്ടയും ചിക്കൻ ഫ്രൈയും. പിന്നെ എന്ത് കഴിച്ചാലും അവൻ്റെ ഈ നല്ല രീതിയിലുള്ള എന്താ പറയുക, സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയും നേരം അവൻ്റെ നല്ല വീട്ടിലത്തെ ആര് പറഞ്ഞാലും നമ്മൾ ചെയ്തതിൻ്റെയും ഒക്കെ ക്ഷീണമൊക്കെ നമുക്ക് പോകും. മനസ്സിലേക്ക് ഭയങ്കര ഒരു സന്തോഷമൊക്കെ കിട്ടൂല്ലേ. എനിക്ക് അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ പാത്രങ്ങൾ കഴുകാണ്ട്. അപ്പുറത്ത് ഞാൻ പൊറോട്ടയ്ക്ക് ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ ക്രിസ്പി പൊറോട്ട വേണം. പിന്നെ ഉപ്പാക്ക് എന്താ പറയുക, ദോശ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കിയതും ഇതുപോലെ വെച്ചു. പിന്നെ പൊറോട്ട കൊണ്ടുവച്ചിട്ടുണ്ട്. ചിക്കൻ കറിയൊക്കെ ഒന്ന് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പാത്രങ്ങൾ കുറച്ചും കൂടി കഴുകാനുണ്ട്. പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ നന്നായി ഒന്ന് വൃത്തിയാക്കി എടുത്ത ശേഷം നമ്മൾ ഇന്നത്തെ പരിപാടികളൊക്കെ അങ്ങോട്ട് അവസാനിപ്പിച്ചിട്ട് കിടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരു 3 മാസത്തിന് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിനെ നെഗറ്റീവായി പറയുന്ന ആൾക്കാരും പോസിറ്റീവായി പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിക്കന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാ പേജും എല്ലാം ഫോളോ ചെയ്യുക. ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ ഫുൾ വീഡിയോ കണ്ടിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത്രയും ലോങ് വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ. ടേക്ക് കെയർ. ഹാവ് എ നൈസ് ഡേ.